നമസ്കാരം. തന്നെ ബുദ്ധിമുട്ടിച്ച വ്യക്തിയുടെ പേര് പറയാത്തത് വിവാദമുണ്ടാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടെന്ന് ഹണി റോസ്. ഇനിയും അധിക്ഷേപിക്കുന്നത് തുടർന്നാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും താരം പറഞ്ഞു. പേര് പരാമർശിച്ചില്ലെങ്കിലും ആ വ്യക്തിയെ ആളുകൾക്ക് അറിയാമെന്നും നടി വ്യക്തമാക്കി. നിയമ നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനിയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നാൽ തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണിത്. ഇങ്ങനെ തന്നെ പോകാമെന്നുള്ളത് സ്വയം എടുത്ത തീരുമാനമാണ്. എനിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. എനിക്കും എൻ്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമായതിനാലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും ഹണി റോസ് വ്യക്തമാക്കി. ദ്വയാർത്ഥ പരാമർശങ്ങളിലൂടെ ഒരു വ്യക്തിയെ അപമാനിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹണി റോസ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. മാനസിക വൈകൃതമുള്ളവരുടെ ഇത്തരം പുലമ്പലുകളെ പുച്ഛത്തോടെയും സഹതാപത്തോടെയും അവഗണിക്കാനാണ് പതിവെന്നും എന്നാൽ ഇനി ഈ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഹണി റോസ് വ്യക്തമാക്കി. ഇൻസ്റ്റഗ്രാമിലെ കുറിപ്പിലൂടെയായിരുന്നു നടിയുടെ വിശദീകരണം. ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു. ഇതോടെ പ്രതികാരമെന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചിഴച്ച് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്തതെന്നും ഹണി റോസ് കുറിപ്പിൽ പറയുന്നു. നേരത്തെ ഹണി റോസിനെതിരെ വിവാദ പരാമർശം നടത്തിയ ബോബി ചെമ്മണ്ണൂരിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമുയർന്നിരുന്നു. ഒരു പൊതുവേദിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ താരത്തിനെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളായിരുന്നു വിവാദമായത്. ഈ സംഭവമാണോ ഹണി റോസ് തന്റെ കുറിപ്പിന് ആധാരമാക്കിയതെന്നും വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ ആർക്കെതിരെയായാലും ഹണി റോസ് പ്രകടിപ്പിക്കുന്നത് അതിരൂക്ഷ വിമർശനമാണ്. അത് ആ ഞരമ്പ് രോഗിക്കുള്ള കൃത്യം മറുപടി കൂടിയാണ്. അയാൾ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. അതിനുള്ള മറുപടി കൂടിയാണ് ഈ കുറിപ്പെന്നും ഹണി റോസ് പറയുന്നു. പണത്തിന്റെ ധാർഷ്ട്യത്തിൽ ഏത് സ്ത്രീയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ? അതിനെ എതിർക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഇയാളുടെ പ്രവർത്തികളിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ സ്ത്രീകൾക്കെതിരെ ലൈംഗികോദ്യോഗമായ ഉദ്ദേശത്തോടെ സംസാരിക്കുകയും അതേ ഉദ്ദേശത്തോടെ പിന്തുടരുകയും ചെയ്യുന്നു എന്ന കുറ്റകൃത്യങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും നടി കുറിച്ചു. ബോബി ചെമ്മണ്ണൂറിന്റെ അതിഥിയായി ഒരു പരിപാടിയിൽ ഹണി റോസ് പങ്കെടുത്തിരുന്നു. പരിപാടിയുടെ ഭാഗമായി ബോബി ചെമ്മണ്ണൂറിന്റെ ജ്വല്ലറിയും താരം സന്ദർശിച്ചിരുന്നു. ഒരു നെക്ലസ് കഴുത്തിൽ അണിയിച്ചതിനു ശേഷം ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ ഒന്ന് കറക്കി. നേരെ നിന്നാൽ മാലയുടെ മുൻഭാഗമേ കാണും, മാലയുടെ പിൻഭാഗം കാണാൻ വേണ്ടിയാണ് കറക്കിയതെന്നായിരുന്നു ബോബി ചെമ്മണ്ണൂർ അതേക്കുറിച്ച് പറഞ്ഞത്. കൂടാതെ ഹണി റോസിനെ കാണുമ്പോൾ പുരാണത്തിലെ ഒരു കഥാപാത്രത്തെ ഓർമ്മ വരുമെന്ന് ആ കഥാപാത്രത്തിന്റെ പേരെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞിരുന്നു. ഈ രണ്ട് പരാമർശങ്ങളും വലിയ വിവാദത്തിനും പ്രതിഷേധത്തിനും വഴിവെച്ചിരുന്നു. ഇതിനോടാണോ ഹണി റോസിന്റെ പ്രതികരണം എന്നതും വ്യക്തമല്ല. മറ്റാരും ഹണി റോസിനെ വ്യക്തിപരമായി വേദനയുണ്ടാക്കും വിധം വിമർശിച്ചിട്ടില്ലെന്ന് സോഷ്യൽ മീഡിയ പ്രതികരണവും വ്യക്തമാക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ വാക്കുകൾ അതിരുകടന്നെന്നും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നിരുന്നു. അശ്ലീല ചുവയുള്ള ഈ പരാമർശം ഒരാളും പൊതുസ്ഥലത്ത് പറയരുതാത്തതാണെന്ന് സോഷ്യൽ മീഡിയയിലും പൊതു അഭിപ്രായം ഉയർന്നു. അതേസമയം ശങ്കര രാമകൃഷ്ണൻ സംവിധാനം ചെയ്ത റാണി എന്ന സിനിമയിലാണ് ഹണി റോസ് ഒടുവിൽ അഭിനയിച്ചത്. ഹണി കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റേച്ചൽ എന്ന സിനിമയാണ് പ്രദർശനത്തിനായി ഒരുങ്ങുന്നത്.